ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ആലുവ മണപ്പുറത്തായിട്ടുള്ളത്. ചേച്ചിയുടെ അച്ഛന് ബലിയിടാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബലിയെല്ലാം ഇട്ട ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. രാവിലെ 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായയൊക്കെ കൊണ്ടു തന്നെ. ഞാൻ ചായയും അവരൊക്കെ കോഫിയും കൊച്ചു ഹോളിക്സും ആട്ടോ കുടിച്ച്. ചേട്ടാ എനിക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ നിൽക്കുന്ന നിപ്പാട്ടോ. അത് ഒന്നും മേടിക്കുന്ന കഷ്ടം ഞാനില്ല. ഞാൻ പോയി അതുകൊണ്ടൊരു കൊഴുക്കട്ട വാങ്ങി എനിക്കുള്ളത് ഞാൻ മേടിച്ച് കഴിച്ചു കേട്ടോ. അത് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നേ. വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഒരു 8 മണിയായപ്പോഴാണ് എണീറ്റ്. പിന്നെ എണീറ്റ പടി 1 കപ്പ് ചെറു ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതും കുടിച്ചു. പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ പൊട്ടിക്കണമല്ലോ. അപ്പോൾ 1/2 ഗ്ലാസ് തേങ്ങ വെള്ളം കിട്ടി അതും കുടിച്ചു. പിന്നെ പഴം ഉണ്ടായിരുന്നു. ആ പഴം വെച്ചിട്ട് അങ്ങ് ഫ്രൈ ആക്കാൻ വെച്ചു. ഇന്ന് കറി ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല. ഇനി ഞാൻ വെറൈറ്റി പുട്ടാട്ടം ഉണ്ടാക്കുന്നത്. ഇന്നും അരിപ്പുട്ടാണല്ലോ. ഇന്ന് ഞാൻ ചോളം കൊണ്ടുള്ള പുട്ടാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ നമ്മൾ കളയേണ്ടി വരില്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പുട്ടിനുള്ളതെല്ലാം ഇട്ട് ഞാൻ എങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പുട്ടൊക്കെ ആയി വന്നപ്പം കുഴപ്പമില്ല. നമ്മൾ അംഗനവാടിയിലൊക്കെ ഉള്ള പുട്ട് ഉപ്പുമാവ് തിന്നില്ലേ, ആ ഒരു ടേസ്റ്റൊക്കെ ആട്ടോ കിട്ടുന്നത്. പിന്നെ മിൻറ്റില്ലാത്തൊരു ജീവിതം ഇപ്പം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ മിൻറ്റും കൊണ്ടുള്ളൊരു ചായ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ആ പുട്ടും പഴമൊക്കെ കൂട്ടിയിട്ടങ്ങ് കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നും ഉള്ള പോലെ ഒരു പീസ് പേരയ്ക്ക എപ്പോഴും ഇവിടെ ഉണ്ടാവും. ആ പീസ് പേരയ്ക്ക അങ്ങ് കഴിച്ചു. പിന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് ബീട്രൂട്ട് തോരനും പയറ് കറിയും പിന്നെ അച്ചാറും രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രസം ചോറും കഴിഞ്ഞിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അതും പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു സലാഡ് ഉണ്ടാക്കി. എപ്പോഴും ഒരേ സലാഡാണ് എനിക്ക്. അപ്പോൾ ഈ സലാഡും കഴിച്ചു. ഇപ്പോൾ ഇത്രയല്ല എല്ലാവർക്കും